വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോഴിക്കോടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം വിജയ് സങ്കൽപ് റാലിയെ അഭിസംബോധന ചെയ്യും. റാലിയിൽ വടക്കൻ മേഖലയിലെ 9 സ്ഥാനാർത്ഥികളും അണിനിരക്കുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. ബിജെപിയുടെ പ്രചാരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം എത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രത്യേക വിമാനത്താവളത്തിലാണ് കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിയത്. റോഡ് മാർഗമാണ് കോഴിക്കോട്ടെ ബീച്ചിലുള്ള പ്രചാരണ വേദിയിലേക്ക് അദ്ദേഹം യാത്ര തിരിച്ചത്. കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള NDA സ്ഥാനാർത്ഥികളെ വേദിയിൽ അണിനിരത്തിയാണ് മോദിയുടെ പ്രചാരണ പരിപാടികൾ. കർണാടകയിലെ കൊപ്പാളിൽ നിന്നാണ് മോദി കോഴിക്കോടെത്തിയത്. കോഴിക്കോട് ബീച്ചിൽ തയ്യാറാക്കിയ പ്രചാരണ വേദിയിലേക്ക് നിരവധി പ്രവർത്തകർ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. പതിനായിരങ്ങളാണ് വേദിയിൽ ഒത്തുകൂടിയിരിക്കുന്നത്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. SPGയുടെ നിയന്ത്രണത്തിലാണ് കോഴിക്കോട്ടെ പ്രചാരണ വേദിയുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരളത്തിലെ ആദ്യ പ്രചാരണ റാലി കൂടിയാണിത്. എന്തായാലും നിരവധിയായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നരേന്ദ്രമോദി കോഴിക്കോട് എത്തിച്ചേർന്നിട്ടുള്ളത്. വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് മുഹമ്മദ് ഷഹീദ് ചേരുകയാണ്. ഷഹീദ്, അല്പം മുൻപ് പ്രധാനമന്ത്രി കരിപ്പൂരിൽ വിമാനമിറങ്ങിയിട്ടുണ്ട്. എപ്പോഴാകും അദ്ദേഹം കോഴിക്കോടുള്ള പരിപാടിയുടെ വേദിയിലേക്ക് എത്തുക? എത്രത്തോളം ജനങ്ങളാണ് അവിടെ പ്രധാനമന്ത്രിയെ കാണുന്നതിനും അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുന്നതിനുമായി സന്നിഹിതരായിട്ടുള്ളത്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി റാലിയിൽ പങ്കെടുക്കാനായി കോഴിക്കോട് കടപ്പുറത്തേക്ക് എത്തും. അദ്ദേഹം നഗരത്തിനോട് അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. പതിനായിരക്കണക്കിന് പ്രവർത്തകരാണ് അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്യാനായി കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. സങ്കല്പ റാലിയിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കന്മാരെല്ലാം ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. BJP സംസ്ഥാന പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള, MP രമേശ്, പത്മനാഭൻ ഉൾപ്പെടെയുള്ളവർ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം കോഴിക്കോട് കടപ്പുറത്തുള്ള പ്രചാരണ വേദിയിൽ എത്തിച്ചേരുമെന്നാണ് മുഹമ്മദ് ഷഹീദ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നതിനു വേണ്ടി മുതിർന്ന BJP നേതാക്കളെല്ലാം തന്നെ അവിടെ സന്നിഹിതരായിട്ടുണ്ട്. മാത്രമല്ല, കാസർഗോഡ് മുതൽ തൃശൂർ വരെയുള്ള NDA സ്ഥാനാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പരിപാടി BJP സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രത്യേക വിമാനത്തിൽ അല്പസമയം മുൻപാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നത്. റോഡ് മാർഗമാണ് അദ്ദേഹം കോഴിക്കോട്ടെ പ്രചാരണ വേദിയിലേക്ക് യാത്ര തിരിച്ചത്. ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ടേക്കുള്ള വഴിയിലാണ്. അല്പസമയത്തിനകം തന്നെ പ്രധാന വേദിയിൽ അദ്ദേഹം എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വടക്കൻ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ, NDAയുടെ സ്ഥാനാർത്ഥികളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പ്രചാരണ പരിപാടിക്കാണ് BJP ഇപ്പോൾ തുടക്കം കുറിച്ചിട്ടുള്ളത്. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങോട്ടേക്ക് എത്തിച്ചേരാനായി ഇരിക്കുന്നത്. പിന്നോക്ക മണ്ഡലമായ മലപ്പുറത്തെ മുന്നോക്ക മണ്ഡലമാക്കി മാറ്റുവാൻ കേന്ദ്രം നടപ്പിലാക്കുന്ന മുഴുവൻ പദ്ധതികളും മലപ്പുറം മണ്ഡലത്തിലും വികസനത്തിന്റെ പുതിയ ചക്രവാളങ്ങൾ NDAയുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന എനിക്ക് താമര അടയാളത്തിൽ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് ഹൃദയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം തന്നെ കോഴിക്കോട് കടപ്പുറത്തുള്ള വേദിയിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ ആ വാർത്തയിലേക്കും വരാം. ഇപ്പോൾ മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രചാരണ പാളിച്ചകളിൽ AICCക്കും കടുത്ത അതൃപ്തി. രാഹുൽ ഗാന്ധി തന്നെ ഇത് സംബന്ധിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി ചർച്ച നടത്തി. AK ആന്റണി, രമേശ് ചെന്നിത്തല, ഉമ്മൻചാണ്ടി തുടങ്ങിയവർ ജില്ലാ നേതൃത്വവുമായി ചർച്ച നടത്തി. മുൻപ് ജില്ലാ ചുമതലയുണ്ടായിരുന്ന നേതാക്കളും കോൺഗ്രസ് MLA അടക്കമുള്ളവരും ശശി തരൂരിന്റെ പിന്നിൽ നിന്ന് കുത്തുന്നുവെന്നാണ് പരാതി. വട്ടിയൂർക്കാവ് MLA K മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതോടെ അവിടുത്തെ പ്രചരണം താളം തെറ്റിയിരുന്നു. ഇത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായില്ലെന്ന് മാത്രമല്ല, മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് കൂടി വ്യാപിക്കുകയും ചെയ്തു. മുമ്പ് ജില്ലയുടെ ചുമതലയുണ്ടായിരുന്ന നേതാവ് അന്നത്തെ ഭാരവാഹികളെ ഉപയോഗിച്ച് പ്രചരണം അട്ടിമറിക്കുകയാണെന്ന ആരോപണം വരെ ഉയർന്നു. NSS നേതൃത്വത്തിന്റെ സ്വാധീനമാണ് ഇതിന് കാരണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ കുറ്റപ്പെടുത്തുന്നത്. പ്രചരണത്തിലെ മെല്ലപ്പോക്ക് സംബന്ധിച്ച് AICCക്ക് പരാതി നൽകിയെന്ന വാർത്ത ശശി തരൂർ നിഷേധിച്ചെങ്കിലും ഇതിനു പിന്നാലെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കളുടെ വിളിയെത്തി.
തിരുവനന്തപുരത്ത് പ്രചരണത്തിലുണ്ടാകുന്ന പാളിച്ചകൾ അടിയന്തരമായി പരിഹരിക്കണമെന്നായിരുന്നു KPCC പ്രസിഡന്റ് രാഹുൽ ഗാന്ധി നൽകിയ നിർദ്ദേശം. കൊച്ചു വീഴ്ചകൾ പോലുണ്ടെങ്കിലും ആര് ചൂണ്ടിക്കാണിച്ചാലും ആ വീഴ്ചകൾ പരിഹരിച്ചുകൊണ്ട് പോകുക എന്ന് തന്നെയാണ് ഞങ്ങളുടെ സമീപനം. ശ്രീ ശശി തരൂരിനോട് സംസാരിച്ച് അദ്ദേഹം ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. അദ്ദേഹം പൂർണ്ണ സംതൃപ്തനാണ്. അവരൊറ്റക്കെട്ടായിട്ട് നിന്ന് പ്രവർത്തിക്കുകയാണ്. ചില പ്രാദേശിക നേതാക്കളും ജില്ലാ നേതാക്കൾക്കെതിരെ കടുത്ത അമർഷം രേഖപ്പെടുത്തി. ജനപ്രതിനിധികൾ ശശി തരൂരിനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിടേണ്ടി വരുന്ന ഭീഷണി ചില ജില്ലാ നേതാക്കൾ ഉയർത്തിയിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്നെ വരും ദിവസങ്ങളിൽ തിരുവനന്തപുരത്തെ പ്രചരണം നിയന്ത്രിക്കുമെന്നാണ് സൂചന. ഇലക്ഷൻ ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരത്ത് UDF-ൽ തർക്കമുണ്ടെന്ന തരത്തിൽ പരാതി നൽകിയിട്ടില്ലെന്ന് ആവർത്തിച്ച് ശശി തരൂർ. പാർട്ടിയുടെയും മുന്നണിയുടെയും പ്രചാരണ പ്രവർത്തനത്തിൽ പൂർണ്ണ സംതൃപ്തനാണെന്ന് ശശി തരൂർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പ്രവർത്തനത്തിൽ അഭിമാനവും ആഹ്ലാദവുമുണ്ട്. വാർത്തയ്ക്ക് പിന്നിൽ CPM BJP കേന്ദ്രങ്ങളാണെന്ന് തമ്പാനൂർ രവി കുറ്റപ്പെടുത്തി. കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയെന്ന് ജില്ലാ കളക്ടറുടെ റിപ്പോർട്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട പരാമർശമാണ് ചട്ടലംഘനമായി കണ്ടെത്തിയത്. പരാതി തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ശബരിമല കഴിഞ്ഞാൽ കോടിയേരി പറഞ്ഞു 1000-ഓളം സുന്നിപ്പള്ളികളുണ്ട്, അവിടെ സ്ത്രീകളെ കയറ്റും. കേരളത്തിലെ മുഖ്യമന്ത്രി പറയുന്നത് ക്രിസ്തു മതത്തിൽപ്പെട്ടവർക്ക് അവരുടെ പള്ളിയോടനുബന്ധിച്ചുള്ള സ്ഥാപന ജംഗമ വസ്തുക്കൾ ഒരു ചർച്ച് ബില്ല് കൊണ്ടുവന്ന് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിൽ കൊണ്ടുവരും. അപ്പൊ ഹിന്ദുക്കളെ ഉപദ്രവിക്കുന്നു, ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നു, മുസൽമാനെ ഉപദ്രവിക്കുന്നു. ഏപ്രിൽ 8-ന് പയ്യന്നൂരിനടുത്ത് അരവഞ്ചാലിൽ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗം വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതാണെന്ന് ചൂണ്ടിക്കാട്ടി LDF പരാതി നൽകിയിരുന്നു. പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചിരുന്നു. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പ്രസംഗം ആവർത്തിച്ചതായും പരാതിയിൽ ആരോപിച്ചു. മുഖ്യ വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ സജിത് ബാബു നടത്തിയ പരിശോധനയിൽ ചട്ടലംഘനമുണ്ടായതായി കണ്ടെത്തി. പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. ന്യൂസ് 18 കാസർഗോഡ്. വയനാട് പുൽപ്പള്ളിയിൽ LDF നേതൃത്വത്തിൽ കർഷക പാർലമെന്റും മാർച്ചും. മാർച്ച് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നിരവധി കർഷകരാണ് മാർച്ചിൽ അണിനിരന്നത്. കർഷകരാണ് ഈ വാദിക്കൊണ്ട് ഇടതുപക്ഷമാണ് ഹൃദയപക്ഷവും ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നത്. പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ച കർഷക പാർലമെന്റ് അഖിലേന്ത്യാ കിസാൻ സഭ അധ്യക്ഷൻ അശോക് ധാവ്ലെ ഉദ്ഘാടനം ചെയ്തു. മാധ്യമപ്രവർത്തകൻ സായിനാഥും കർഷക നേതാവ് വിജു കൃഷ്ണനും കർഷക പാർലമെന്റിൽ പങ്കെടുത്തു. BJPയുടെയും കോൺഗ്രസിന്റെയും പൊള്ളയായ വാഗ്ദാനങ്ങൾ വോട്ടർമാർ വിശ്വസിക്കില്ലെന്ന് കിസാൻ സഭ അഖിലേന്ത്യാ അധ്യക്ഷൻ അശോക് ധാവ്ലെ പറഞ്ഞു. രാഷ്ട്രീയത്തിന് അതീതമായ ചെറുത്തുനിൽപ്പിനാണ് കർഷകർ തയ്യാറാകേണ്ടതെന്നും മികച്ച കാർഷിക നയങ്ങൾ ജനങ്ങൾക്ക് വോട്ട് നൽകുമെന്നും പ്രതീക്ഷിക്കുന്നതായി ധാവ്ലെ ന്യൂസ് 18നോട് പറഞ്ഞു. തിരഞ്ഞെടുപ്പ് ബോണ്ട് വഴി ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് സമർപ്പിക്കണമെന്ന് സുപ്രീംകോടതി. മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 31-നകം മുദ്രവെച്ച കവറിൽ നൽകണം. തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല. സുപ്രീംകോടതിയുടെ ഇടക്കാല ഉത്തരവ് പ്രതിപക്ഷ കക്ഷികൾ സ്വാഗതം ചെയ്തു. തിരഞ്ഞെടുപ്പ് ബോണ്ട് വഴി സംഭാവന നൽകുന്നവരുടെ വിവരങ്ങൾ പരസ്യപ്പെടുത്തരുതെന്ന കേന്ദ്ര സർക്കാർ വാദം തള്ളിക്കൊണ്ടാണ് സുപ്രീംകോടതി ഉത്തരവ്. സംഭാവനകൾ ലഭ്യമാക്കാനുള്ള സംവിധാനം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രം അനുകൂലമാകുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഇടപെടൽ. ബോണ്ടിലൂടെ ലഭിച്ച സംഭാവനകളുടെ വിശദാംശങ്ങൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറണം. മെയ് 15 വരെ ലഭിച്ച സംഭാവനകളുടെ വിവരങ്ങൾ മെയ് 31-നകം മുദ്രവച്ച കവറിൽ നൽകാനാണ് നിർദ്ദേശം. പണം നൽകിയ വ്യക്തിയുടെ പേര്, ലഭിച്ച തുക, ബാങ്ക് അക്കൗണ്ട് എന്നീ വിവരങ്ങളാണ് നൽകേണ്ടത്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ ബോണ്ട് വാങ്ങുന്നതിനുള്ള സമയപരിധി 10 ദിവസത്തിൽ നിന്ന് 5 ദിവസമായി വെട്ടിച്ചുരുക്കാൻ ധനമന്ത്രാലയത്തിന് കോടതി നിർദ്ദേശം നൽകി. ബോണ്ടുകൾക്കെതിരായ ഹർജികളിൽ വിശദമായ വാദം പിന്നീട് കേൾക്കും. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന സ്വീകരിക്കുന്നതിനായി 2018-ലാണ് NDA സർക്കാർ തിരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കൊണ്ടുവന്നത്. ഇതിനെ ചോദ്യം ചെയ്ത് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ്, CPM എന്നിവർ നൽകിയ ഹർജികളിലാണ് കോടതിയുടെ ഇടക്കാല ഉത്തരവ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവനകൾ നൽകുന്നത് ആരെന്നറിയാനുള്ള അവകാശം വോട്ടർമാർക്കില്ലെന്നായിരുന്നു സുപ്രീം കോടതിയിൽ കേന്ദ്ര സർക്കാരിന്റെ വിചിത്രവാദം. ഇതിനു വിരുദ്ധമായാണ് ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ലഭിക്കുന്ന മുഴുവൻ സംഭാവനകളുടെയും കണക്കുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പരിശോധിക്കാൻ വഴിയൊരുക്കുന്ന സുപ്രീം കോടതി ഉത്തരവ്. ക്യാമറമാൻ ബിനു ബേസിലിനൊപ്പം
എം ഉണ്ണികൃഷ്ണൻ, ന്യൂസ് 18, ഡൽഹി. രാഹുൽ ഗാന്ധിയുടെ റഫേൽ പ്രസ്താവന കോൺഗ്രസിനെതിരായ ആയുധമാക്കി ബിജെപി. കാവൽക്കാരൻ കള്ളനാണെന്ന് സുപ്രീംകോടതി കണ്ടെത്തിയെന്ന രാഹുലിന്റെ പരാമർശത്തിൽ നടപടി ആവശ്യപ്പെട്ട് ബിജെപി സുപ്രീംകോടതിയെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും സമീപിച്ചു. ഹർജിക്ക് കോടതിയിൽ മറുപടി നൽകുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. सुप्रीम कोर्ट कहता है कि नरेंद्र मोदी जी जो देश के चौकीदार बने हैं वो चोर हैं. റഫാൽ പുനഃപരിശോധനാ ഹർജിയിൽ പുതിയ രേഖകൾ പരിശോധിക്കാനുള്ള സുപ്രീം കോടതി തീരുമാനത്തിന് പിന്നാലെയായിരുന്നു രാഹുലിന്റെ ഈ പ്രതികരണം. കോടതി വിധിയിൽ ഇല്ലാത്ത കാര്യങ്ങൾ കോടതിയുടെ പേരിൽ ആരോപിച്ചുവെന്നാണ് ബിജെപിയുടെ പരാതി. രാഹുലിനെതിരെ ക്രിമിനൽ കോടതിയലക്ഷ്യ നടപടി ആവശ്യപ്പെട്ട് ബിജെപി എംപി മീനാക്ഷി ലേഖിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. ഹർജി വേഗത്തിൽ പരിഗണിക്കണമെന്ന ആവശ്യം അംഗീകരിച്ച കോടതി തിങ്കളാഴ്ച വാദം കേൾക്കാൻ തീരുമാനിച്ചു. मिसकोट करना, मिसरिप्रेजेंट करना, ये सीरियसली सेक्शन 15 के तहत, सेक्शन 15 और 3C के तहत क्रिमिनल कंटेम्प्ट ऑफ कोर्ट है. വസ്തുതാവിരുദ്ധമായ പ്രസ്താവനയ്ക്ക് രാഹുലിനെതിരെ നടപടി ആവശ്യപ്പെട്ട് നിർമ്മല സീതാരാമന്റെ നേതൃത്വത്തിലുള്ള ബിജെപി പ്രതിനിധി സംഘം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഹർജി സുപ്രീം കോടതി പരിഗണിച്ചാൽ അപ്പോൾ മറുപടി നൽകുമെന്നായിരുന്നു കോൺഗ്രസ് പ്രതികരണം. ന്യൂസ് 18, ഡൽഹി. സൈന്യത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നത് വിലക്കണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രപതിക്ക് മുൻ സൈനിക ഉദ്യോഗസ്ഥൻ അയച്ച കത്തിനെ ചൊല്ലി വിവാദം. കത്ത് അയച്ചിട്ടില്ലെന്ന് കരസേനാ മുൻ മേധാവി ജനറൽ SF റോഡ്രിഗസ് പറഞ്ഞു. കത്തിൽ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മുൻ വ്യോമസേനാ മേധാവി NC സൂരിയും വ്യക്തമാക്കി. എന്നാൽ കത്ത് കൈമാറിയിരുന്നുവെന്ന് നാവികസേനാ മുൻ മേധാവി അഡ്മിറൽ സുരീഷ് മേത്ത സ്ഥിരീകരിച്ചു. പാകിസ്ഥാനിലെ സൈനിക നടപടികളെ BJP പ്രചാരണായുധമാക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് മുൻ സൈനിക മേധാവികൾ കത്ത് നൽകിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. കര, നാവിക, വ്യോമസേനകളിലെ 8 മുൻ മേധാവികളും 150-ൽ അധികം മുൻ സൈനിക ഉദ്യോഗസ്ഥരും രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിനയച്ച കത്തിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. എന്നാൽ കത്ത് അയച്ചിട്ടില്ലെന്നും ആരാണ് കത്തയച്ചതെന്ന് അറിയില്ലെന്നും കരസേനാ മുൻ മേധാവി ജനറൽ SF റോഡ്രിഗസ് പറഞ്ഞു. കത്തിൽ ഒപ്പുവെച്ചിട്ടില്ലെന്ന് മുൻ വ്യോമസേന മേധാവി NC സൂരിയും വ്യക്തമാക്കി. എന്നാൽ കത്തിന് സ്ഥിരീകരണവുമായി നാവികസേന മുൻ മേധാവി അഡ്മിറൽ സുരീഷ് മേത്ത രംഗത്തെത്തി. കത്തിൽ ഒപ്പിട്ടതായും മേത്ത പറയുന്നു. ഇങ്ങനെയൊരു കത്ത് ലഭിച്ചതായി രാഷ്ട്രപതി ഭവൻ പ്രതികരിച്ചിട്ടില്ല. സൈന്യത്തിന്റെ ഐക്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ സർവ്വസൈന്യാധിപനായ രാഷ്ട്രപതി ഇടപെടണമെന്നാണ് കത്തിലെ ആവശ്യം. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് റഷ്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ മെച്ചപ്പെടുത്താൻ നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് സെയിന്റ് ആൻഡ്രൂ ദ അപ്പോസ്തലെ പുരസ്കാരം നൽകുന്നതെന്ന് റഷ്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 1998 മുതലാണ് റഷ്യ വിവിധ രംഗങ്ങളിൽ മഹത്തായ സംഭാവനകൾ നൽകുന്നവർക്ക് സെയിന്റ് ആൻഡ്രൂ പുരസ്കാരം നൽകി തുടങ്ങിയത്. UAE-യുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയും അടുത്തിടെ നരേന്ദ്രമോദിക്ക് ലഭിച്ചിരുന്നു. കൊച്ചിയിൽ നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിനു നേരെ വെടിവെച്ചത് 50 ലക്ഷം രൂപയുടെ കൊട്ടേഷൻ ഏറ്റെടുത്താണെന്ന് പ്രതികൾ. അറസ്റ്റിലായ എറണാകുളം സ്വദേശികളായ ബിലാൽ, വിപിൻ എന്നിവരെ ബ്യൂട്ടി പാർലറിൽ എത്തിച്ച് തെളിവെടുത്തു. പ്രതികൾക്ക് സൗകര്യം ചെയ്തു കൊടുത്ത അൽത്താഫ് എന്നയാളെയും പിടികൂടി. രവി പൂജാരിയുടെ കാസർഗോഡുള്ള കൊട്ടേഷൻ സംഘമാണ് ബിലാൽ, വിപിൻ എന്നിവരെ ബ്യൂട്ടി പാർലറിന് നേരെ ആക്രമണം നടത്താൻ നിയോഗിച്ചത്. 50 ലക്ഷം രൂപയുടെ കൊട്ടേഷനാണ് നൽകിയതെങ്കിലും 45,000 രൂപ മാത്രമേ കൈമാറിയുള്ളൂ. പാർലറിനുള്ളിൽ കയറി വെടിവെക്കണം എന്ന നിർദ്ദേശം പാലിക്കാത്തതുകൊണ്ടാണ് കൊട്ടേഷൻ തുക വെട്ടിക്കുറച്ചത്. തോക്കുകളും ബൈക്കും എറണാകുളത്ത് എത്തിച്ചു നൽകുകയായിരുന്നു. സംഭവത്തിന് ശേഷം പ്രതികൾ കളമശ്ശേരി NAD ഭാഗത്തുള്ള അമേരിക്ക എന്നറിയപ്പെടുന്ന ഒളിസങ്കേതത്തിലാണ് തങ്ങിയത്. പിന്നീട് കാസർഗോഡേക്ക് പോയി. ആക്രമണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്ന് ക്രൈംബ്രാഞ്ച് IG S ശ്രീജിത്ത് പറഞ്ഞു. ഇവിടെ വന്ന് വെടിവെച്ച 2 വ്യക്തികളെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. അവരുപയോഗിച്ച വെപ്പൺസ് സീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് 2 വെപ്പണാണ് ഇപ്പോൾ സീസ് ചെയ്തിരിക്കുന്നത്. ഒരു വെപ്പൺ ഇവിടെ ഉപയോഗിച്ചതും ഒന്ന് ഉപയോഗിക്കാത്തതുമാണ്. ഇനി ഒരു ആയുധം കൂടെ സൂക്ഷിക്കാനുണ്ടെന്ന് കരുതുന്നു. പ്രതികളെ ഈ മാസം 16 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പ്രതികൾക്ക് എറണാകുളത്ത് സൗകര്യം ചെയ്തു കൊടുത്ത അൽത്താഫ് എന്നയാളെയും പിടികൂടിയിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥരുമായി DGP ലോക്നാഥ് ബെഹ്റ കൂടിക്കാഴ്ച നടത്തി. കേസിന് മറ്റെന്തെങ്കിലും അധോലോക ബന്ധമുണ്ടോ എന്നും അന്വേഷിച്ചു വരികയാണ്. പ്രതികളെ ബ്യൂട്ടി പാർലറിൽ എത്തിച്ച് തെളിവെടുത്തു. കഴിഞ്ഞ ഡിസംബർ 15-നാണ് ബ്യൂട്ടി പാർലറിന് നേരെ വെടിവെപ്പുണ്ടായത്. അതിന് 1 മാസം മുമ്പ് അധോലോക നായകൻ രവി പൂജാരി ബ്യൂട്ടി പാർലർ ഉടമ ലീന മരിയ പോളിനെ വിളിച്ച് 25 കോടി രൂപ ആവശ്യപ്പെടുകയും
വെടിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് 18 കൊച്ചി. വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെ അഴിമതി കേസ്. തുറമുഖ ഡയറക്ടറായിരിക്കെ ഡ്രഡ്ജർ വാങ്ങിയതിൽ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. അഴിമതി നിരോധന നിയമപ്രകാരം തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ എഫ്ഐആർ ഫയൽ ചെയ്തു. സർവീസിൽ നിന്ന് സ്വയം വിരമിക്കൽ അപേക്ഷ നൽകിയ ജേക്കബ് തോമസ് രാഷ്ട്രീയ പ്രവേശനവും പ്രഖ്യാപിച്ചിരുന്നു. ഇതിനിടെയാണ് വിജിലൻസ് കേസിൽ പ്രതിയാകുന്നത്. നിലമ്പൂർ MLA PV അൻവറിന്റെ ചിങ്കണ്ണിപ്പാലിയിലെ തടയണ ഉടൻ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി. ഇല്ലെങ്കിൽ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. കേസ് വേനലവധിക്ക് ശേഷം വീണ്ടും പരിഗണിക്കും. അതിനു മുൻപ് തടയണ പൊളിച്ചു നീക്കണമെന്നാണ് കോടതി നിർദ്ദേശം. തടയണ പൊളിച്ച് ഉടൻ വെള്ളം ഒഴുക്കിവിടണമെന്ന് ഹൈക്കോടതി നേരത്തെ ഉത്തരവിട്ടിരുന്നു. മൺസൂണിന് മുമ്പ് തടയണ പൊളിച്ചു നീക്കണമെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉത്തരവ്. ഇത് നടപ്പാക്കാത്തതിനാലാണ് അൻവറിനെ കോടതി വിമർശിച്ചത്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ CBI അന്വേഷണം വേണ്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. നിഷ്ഠൂര കൊലപാതകമാണ് നടന്നതെന്നും അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. കൊലപാതകത്തിൽ CPM നേതൃത്വത്തിന് പങ്കില്ലെന്ന് ക്രൈംബ്രാഞ്ചും റിപ്പോർട്ട് നൽകി. ഒന്നാം പ്രതിയും CPM ലോക്കൽ കമ്മിറ്റി അംഗവുമായ പീതാംബരനെ കൊല്ലപ്പെട്ട ശരത്ലാലും സംഘവും പരിക്കേൽപ്പിച്ചിരുന്നു. ഇതേ തുടർന്നുണ്ടായ വ്യക്തിവൈരാഗ്യമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കേസിൽ CPMന്റെ ഉന്നത നേതാക്കൾ ഉൾപ്പെട്ടതായി തെളിവില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഭാര്യയെ കൊന്നെന്ന കേസിൽ ബിജു രാധാകൃഷ്ണനെ ഹൈക്കോടതി വെറുതെ വിട്ടു. ബിജുവിന്റെ അമ്മ രാജമ്മാളിനെയും കുറ്റവിമുക്തയാക്കി. സോളാർ കേസിൽ സരിതാ നായർക്കൊപ്പം അറസ്റ്റിലായപ്പോഴാണ് ഭാര്യ രശ്മിയുടെ മരണത്തെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചത്. അമിതമായി മദ്യം നൽകിയ ശേഷം ശ്വാസം മുട്ടിച്ചു കൊന്നു എന്നായിരുന്നു കേസ്. കൊല്ലം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി 2014 ജനുവരിയിലാണ് ബിജു രാധാകൃഷ്ണന് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചത്. സ്ത്രീധനത്തിനു വേണ്ടി പീഡിപ്പിച്ചതിനായിരുന്നു രാജമ്മാളിനെ ശിക്ഷിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കോഴിക്കോട് വേദിയിലെത്തിയിരിക്കുകയാണ്. തത്സമയ സംരക്ഷണത്തിലേക്ക്. അറബിക്കടലിന്റെ ഓരത്ത് രൂപം കൊണ്ട ഈ മനുഷ്യ മഹാസമുദ്രത്തെ അഭിസംബോധന ചെയ്യുന്നതിനു വേണ്ടി നമ്മുടെ ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി കോഴിക്കോടെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിജയ് സങ്കല്പ് റാലിയെ അല്പസമയത്തിനകം അഭിസംബോധന ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനു വേണ്ടി മുതിർന്ന BJP നേതാക്കൾ എല്ലാവരും തന്നെ വേദിയിലുണ്ടായിരുന്നു. BDJS അധ്യക്ഷൻ തുഷാർ ചരിത്രമന്തിയുറങ്ങുന്ന കോഴിക്കോടിനു വേണ്ടി പ്രധാനമന്ത്രിജിയെ ആരോപണം ചെയ്യുന്നതിനു വേണ്ടി ചേട്ടൂർ ബാലകൃഷ്ണൻ മാസ്റ്റർ, TP ജയചന്ദ്രൻ മാസ്റ്റർ, NDA ലീഡർ ഗിരി പാമ്പനാൽ, മാത്യു പേഴത്തിങ്കൽ എന്നിവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സൗവർണ സിന്ദൂര തേജസ്സിലെന്നും മനോജ്ഞ നരേന്ദ്ര, ആ സിംഹനാദം മുഴങ്ങട്ടെ നിത്യം നരേന്ദ്ര. ജനമനത്തിലൊഴുകുമൊരു ഗംഗയായി നിൻ ധർമ്മ സുഹൃതമാ ഭാരതം കണ്ടേ, ആ സിംഹനാദം മുഴങ്ങട്ടെ നിത്യം നരേന്ദ്ര. ജനമനത്തിലൊഴുകുമൊരു ഗംഗയായി നിൻ ധർമ്മ സുഹൃതമാ ഭാരതം കണ്ടേ. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി TP ജയചന്ദ്രൻ മാസ്റ്റർ പുഷ്പകിരീടം അണിയിക്കുന്നു. ആ
ആമുഖമായി നമ്മെ അഭിമുഖീകരിച്ച് സംസാരിക്കാൻ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള സാറിനോട് അഭ്യർത്ഥിക്കുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ സാരഥികളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള സ്ഥാനാർത്ഥികളായ കണ്ണൂരിലെ സ്ഥാനാർത്ഥി നമ്മുടെ എല്ലാം പ്രിയങ്കരനായ CK പത്മനാഭൻ അവർകളെ, അതുപോലെ VK സജീവൻ വടകരയിലെ സ്ഥാനാർത്ഥി, ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ മലപ്പുറം കാൻഡിഡേറ്റ്, രവീഷ് തന്ത്രി കാസർഗോഡ് കാൻഡിഡേറ്റ്, പ്രൊഫസർ VT രമ പൊന്നാനി സ്ഥാനാർത്ഥി, ശ്രീ KP പ്രകാശ് ബാബു ജയിലിൽ നിന്ന് പുറത്തു വന്ന് ശബരിമലയുടെ അതിൻ്റെ പേരിൽ ജയിലിലടച്ച കൽത്തുറുങ്കിലടച്ച ബഹുമാനായ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി പ്രകാശ് ബാബു, വയനാട്ടിലെ നമ്മുടെ അഭിമാനസ്തംഭമായ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി, മറ്റ് വേദിയിലും സദസ്സിലുമായി സന്നിഹിതരായിട്ടുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരന്മാരെ, ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിന് പോകേണ്ട സമയം കൂടി എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ സുദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു നന്ദി പ്രകടനത്തിനുള്ള വേദിയാണ്. വാസ്തവത്തിൽ കേരള BJPയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി അദ്ദേഹത്തോട് നന്ദി പറയേണ്ട രണ്ട് കാര്യങ്ങൾ എൻ്റെ സ്മൃതിപഥത്തിലൂടെ ഇപ്പോൾ കടന്നു പോവുകയാണ്. ഒന്ന്, നമ്മുടെ കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു തെരഞ്ഞെടുപ്പിനോട് ബന്ധപ്പെട്ട് 3 തവണ തെരഞ്ഞെടുപ്പ് പ്രചരണ റാലികൾക്കായി 3 ദിവസങ്ങളിൽ കേരളത്തിൽ വന്നു. 18-ാം തീയതി അദ്ദേഹം വരാൻ പോകുന്നു. 4 തവണ പ്രധാനമന്ത്രി കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. ആ മഹാമനസ്കതയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി നന്ദി രേഖപ്പെടുത്തുകയാണ്, സ്നേഹം പ്രകടിപ്പിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ശബരിമല മിണ്ടിപ്പോവരുതേ എന്ന് പറഞ്ഞവർ, ശബരിമല പറഞ്ഞാൽ കേസെടുക്കുമെന്ന് പറഞ്ഞവർ, തെരഞ്ഞെടുപ്പിൽ അയോഗ്യരാക്കുമെന്ന് പറഞ്ഞവർ, അവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ശബരിമല സമരം, ധർമ്മസമരം, BJP ഒക്ടോബർ മാസം 1-ാം തീയതി ആദ്യമായി സമരരംഗത്തിറങ്ങിയ പൊതുപ്രസ്ഥാനം BJPയാണ്. ആ സമരത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ശബരിമലയോട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രശ്നമാക്കുമെന്ന് ആവർത്തിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അത് തടയാൻ ആരുണ്ട്? ഈ 2 ദിവസം മുമ്പ് ഇവിടെ പുറത്തിറക്കിയ BJPയുടെ പ്രകടന പത്രികയിൽ, മാനിഫെസ്റ്റോയിൽ ശബരിമലയ്ക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണകൂടത്തിന്റെ, NDAയുടെ വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ പ്രതിബദ്ധത വിളംബരം ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രിയോട് ഞാൻ വിശ്വാസികൾക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ശബരിമലയിൽ ഈ തവണ ജനമനസ്സുകളിൽ വ്രണഹൃതരായ വിശ്വാസികൾ, ആ വിശ്വാസികൾക്കൊപ്പം നിന്നുകൊണ്ട് പോരാട്ടത്തിന് തലങ്ങൾ സൃഷ്ടിക്കാൻ BJP ശ്രമിക്കും. ഞങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല എന്ന് ഉറപ്പിച്ച് നിങ്ങളെല്ലാം സാക്ഷി നിർത്തി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. ഈ അറബിക്കടലിലേക്കൊന്ന് നോക്കൂ. ഇതൊരു സമുദ്രമാണ്. ആ സമുദ്രത്തിന് പകരം സമുദ്രം മാത്രമേ ഉള്ളൂ. ആകാശത്തിലേക്ക് നോക്കൂ, അനന്തമായ ആകാശം. ആ ആകാശത്തിന് പകരം ഒന്നേയുള്ളൂ, അത് ആകാശം മാത്രമാണ്. വർത്തമാന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ദേശീയ രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദി എന്ന അതുല്യ പ്രതിഭ, വിശ്വവിജയിയായ നമ്മുടെ നരേന്ദ്രമോദിജിക്ക് ബദൽ നരേന്ദ്രമോദി മാത്രമെന്ന നിലയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം എത്തിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നില്ല. നമ്മളിറക്കിയ മാനിഫെസ്റ്റോയിൽ ഒരു കണക്കുണ്ട്. 345 ലക്ഷം കോടി രൂപ
ഉള്ള സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുക എന്ന് പറഞ്ഞാൽ അടുത്ത 3 കൊല്ലത്തിനുള്ളിൽ ഇന്ത്യ ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുന്നു. ഇതേ നിലയ്ക്ക് മുന്നോട്ട് പോയാൽ അമേരിക്കയെ തള്ളിമാറ്റിക്കൊണ്ട് 2030 ലോകത്തിലെ ഏറ്റവും വലിയ 1ാമത്തെയോ 2ാമത്തെയോ സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ മാറുമെന്ന് പ്രഖ്യാപിക്കപ്പെട്ട, അന്താരാഷ്ട്ര സമൂഹം പ്രഖ്യാപിക്കപ്പെട്ട നമ്മുടെ ഒരു കാലഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ രാജ്യത്തെ സമൃദ്ധിയിലേക്ക് കൊണ്ടെത്തിക്കുന്ന, സുരക്ഷയിലേക്ക് കൊണ്ടെത്തിക്കുന്ന മഹാനുഭാവനായ ഒരു പ്രധാനമന്ത്രി കേരളത്തോട് കാണിക്കുന്ന പ്രത്യേക താല്പര്യം, അതിനെ ഉൾക്കൊള്ളുക, നമുക്കെല്ലാവർക്കും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാം, വിജയം നമ്മുടേതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഒറ്റ കാര്യം ചോദിച്ചുകൊണ്ട് എൻ്റെ ഈ പ്രസംഗം ചുരുക്കുന്നു. നമുക്ക് ആരെയാണ് വേണ്ടത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. രണ്ടാമത്തെ ചോദ്യം വീണ്ടും വേണ്ടത് ആരെയാണ്? ആ ചോദ്യത്തിന് നിങ്ങൾ ഉറക്കെ ഉത്തരം പറയണം. നമുക്ക് വേണം, നമുക്ക് വേണം, വീണ്ടും വേണം, വീണ്ടും വേണം. ഒരു പ്രാവശ്യം പരമാവധി ഉച്ചത്തിൽ പറയണം, ലോകത്തെങ്ങും മുഴങ്ങണം. നമുക്ക് വേണം, വീണ്ടും വേണം. നമസ്കാരം. നമ്മുടെ ഈ മഹാസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനു വേണ്ടി ആദരണീയനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ നമ്മുടെ മുരളീധരൻജിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. എല്ലാ മലയാളി കലക്കും എൻ്റെ വിഷു ആസാംസ്കൾ. Friends, I am delighted to be in Kozhikode, the divinity of the Tali Mahakshetram and the dynamism of the local population makes this land one of the most vibrant cities of India. കോഴിക്കോടിന്റെ മണ്ണിൽ ഒരിക്കൽ കൂടി എത്തിച്ചേരാൻ എനിക്ക് അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. തളി മഹാക്ഷേത്രത്തിന്റെ ഈശ്വര ചൈതന്യവും ഇവിടുത്തെ ജനങ്ങളുടെ ഊർജ്ജസ്വലതയും ഈ ഭൂമിയെ, ഈ രാജ്യത്തെ തന്നെ ഏറ്റവും സചേതനമായിട്ടുള്ള നഗരങ്ങളിൽ ഒന്നാക്കിയിട്ട് മാറ്റുകയാണ്. I remember being among you all in September 2016 when our national executive meeting was held here. 2016 സെപ്റ്റംബർ മാസം 25-ാം തീയതി ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സമ്മേളനം, ദേശീയ കൗൺസിൽ യോഗം ഇവിടെ നടന്നപ്പോൾ നിങ്ങളോടൊപ്പം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചു എന്നത് ഞാൻ ഓർക്കുകയാണ്. Today I am here requesting you to support BJP in the 2019 Lok Sabha elections. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണയ്ക്കണമെന്ന് അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഇന്നിവിടെ വീണ്ടും നിങ്ങളുടെ മുൻപാകെ എത്തിയിട്ടുള്ളത്. Friends, for decades, the communist LDF and communal UDF have dominated Kerala politics, but they have miserably failed the people of Kerala. സുഹൃത്തുക്കളെ, ദശാബ്ദങ്ങളായിട്ട് കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷവും വർഗീയ വലതുപക്ഷവും UDF-ഉം അവര് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ അവർ നിറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ കേരളത്തിലെ ജനങ്ങളെ അങ്ങേയറ്റം നിരാശപ്പെടുത്തിയ രണ്ട് മുന്നണികളാണ് ഇവർ രണ്ടുപേരും. BJP presents
an alternative that is inclusive, democratic and compassionate. BJP ഒരു ബദൽ രാഷ്ട്രീയമാണ് മുന്നോട്ട് വെക്കുന്നത്. ജനാധിപത്യത്തിന്റെ രാഷ്ട്രീയം, കാരുണ്യത്തിന്റെ രാഷ്ട്രീയം, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാഷ്ട്രീയം, അതാണ് BJPയുടെ രാഷ്ട്രീയം. We will serve each and every citizen. ഈ നാട്ടിലെ ഓരോ പൗരനും അവന് നന്മ നൽകാനുള്ള വരുത്താനുള്ള രാഷ്ട്രീയം, അതാണ് BJPയുടേത്. Friends, UDF and LDF are different only in the name. Indeed, they are the same. ഇടതുപക്ഷവും UDFും LDFും അവര് പേരിൽ മാത്രമേ അവർ തമ്മിൽ വ്യത്യാസമുള്ളൂ. അവരുടെ പ്രവൃത്തികൾ അത് രണ്ടും ഒരേ തരത്തിലുള്ളതാണ്. Both have taken turns to loot the state. UDF has a full dictionary of scams. LDF is no better. Why have so many ministers resigned on corruption charges? Since May 2016, backdoor appointments have been taking place in state PSUs, but there is no vision for industrial development. ഈ രണ്ട് മുന്നണികളും മാറി മാറി കേരളത്തെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. UDFന്റെ നിഘണ്ടു, ആ നിഘണ്ടു മുഴുവൻ അഴിമതിയുടെ കഥകളാണ്. ഇടതുപക്ഷം അതിൽ നിന്നൊട്ടും തന്നെ വ്യത്യസ്തമല്ല. എന്തുകൊണ്ടാണ് ഇത്രയധികം മന്ത്രിമാര് കേരളത്തിൽ അഴിമതിയുടെ പേരിൽ അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്നത്? 2016 മുതൽ മെയ് മാസം 2016 മുതൽ പിൻവാതിൽ നിയമനങ്ങൾ നടക്കുകയാണ് സംസ്ഥാനത്തെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളിലും. ഈ നാട്ടിൽ വ്യാവസായിക വികസനത്തിനുള്ള ഒരു കാഴ്ചപ്പാടുമില്ലാത്ത മുന്നണിയാണ് ഇപ്പോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. Parties here are experts at land grabbing. Com Trust workers are waiting for justice, but the parties here are insensitive to their needs. The condition of the Maur Gwalior Rayon factory indicates that the political leadership in the state lacks any plan for growth. ഇവിടുത്തെ പാർട്ടികൾ, ഈ രണ്ട് മുന്നണികളിലെയും പാർട്ടികൾ ഭൂമി കയ്യേറ്റത്തിന് നേതൃത്വം നൽകുന്നവരായിട്ട് മാറിയിരിക്കുകയാണ്. ഈ കോഴിക്കോട്ടെ കോംട്രസ്റ്റ് ഫാക്ടറിയിലെ തൊഴിലാളികൾ നീതിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് വർഷങ്ങളായിട്ട്. പക്ഷേ ഈ സംസ്ഥാനത്തെ ഭരണത്തിലെയും പ്രതിപക്ഷത്തിലെയും പാർട്ടികൾ അവർക്ക് കണ്ണും കാതുമില്ല ഈ തൊഴിലാളികളുടെ വേദനകൾ അറിയാൻ. മാവൂർ ഗോളിയോർ റയൻസ് ഫാക്ടറി, ആ ഫാക്ടറിയുടെ സ്ഥിതി നമുക്കെല്ലാവർക്കും അറിയാം. ഈ സംസ്ഥാനം ഭരിക്കുന്ന ഈ മുന്നണികൾക്ക് ഈ നാടിന്റെ വികസനത്തിനുള്ള ഒരു പദ്ധതിയുമില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് മാവൂർ ഗോളിയോർ റയൻസ്. Friends, electing the Congress and Communists is like giving a license to their leaders to engage in top-level corruption. നേതാക്കന്മാർക്ക് ഉയർന്ന തലത്തിലുള്ള അഴിമതി നടത്താനുള്ള ലൈസൻസ് ആയിട്ട് മാറിയിരിക്കുകയാണ് ഇടതുപക്ഷത്തെയും UDFിനെയും തെരഞ്ഞെടുക്കുന്നത് എന്നാണ് കേരളത്തിലെ സ്ഥിതി. Right now, the entire nation is talking about a very big national scam of the Congress. This is the Tughlaq Road election scam. ഇപ്പോ രാജ്യം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ വലിയ ഒരു ദേശീയ തലത്തിലുള്ള കുംഭകോണം, കോൺഗ്രസിന്റെ കുംഭകോണം, തുഗ്ലക് റോഡ് തെരഞ്ഞെടുപ്പ് കുംഭകോണത്തെ കുറിച്ചാണ് ഇന്ന് രാജ്യം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. In Madhya Pradesh, crores of rupees, bags of cash have been found. Detailed probes reveal that the money trail reaches the house of a top Congress leader in Delhi's Tughlaq Road. മധ്യപ്രദേശിൽ കോടികളുടെ കറൻസി
നോട്ടുകെട്ടുകളുടെ ചാക്കുകെട്ടുകൾ അതാണ് കണ്ടെത്തിയിരിക്കുന്നത്. വിശദമായിട്ടുള്ള അന്വേഷണങ്ങൾ വ്യക്തമാക്കുന്നത് ഇതിന്റെ അന്വേഷണം എത്തിച്ചേർന്നത് ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ ഒരു ഉന്നതനായിട്ടുള്ള കോൺഗ്രസ് നേതാവുമായിട്ടാണ് ഇതിന്റെ ബന്ധം എന്നാണ്. Do you know who stays in Tughlaq Road in Delhi? നിങ്ങൾക്കറിയാമോ തുഗ്ലക് റോഡിൽ ആരാണ് ഡൽഹിയിലെ തുഗ്ലക് റോഡിൽ താമസിക്കുന്ന കോൺഗ്രസിന്റെ ഉയർന്ന നേതാവ് എന്ന്? If you thought it was bad, wait for the next part. The money that was being looted was meant to be used to provide nutrition to women and children. Can you imagine how shameless they are? After so long, they form a government in a state, but they utilize their time to grab money instead of serving people. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും വളരെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ അടുത്ത ഭാഗം കൂടി കേൾക്കണം. ഈ കൊള്ളയടിച്ചിട്ടുള്ള പണം, മധ്യപ്രദേശിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പണം, അത് കുട്ടികൾക്കും സ്ത്രീകൾക്കും പോഷകാഹാരം നൽകാൻ വേണ്ടിയിട്ട് വകയിരുത്തിയ പണമാണ്. എത്ര നാണം കെട്ടവരാണ് ഈ കൊള്ളക്കാരെന്ന് നിങ്ങൾക്ക് ഊഹിക്കാം. ദീർഘകാലത്തിന് ശേഷം സംസ്ഥാനത്ത് സർക്കാർ രൂപീകരിച്ചു അവർ. പക്ഷേ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് വേണ്ടി മാറ്റിവെച്ച പണം, ആ പണം കൊള്ളയടിക്കാനാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. Friends, Kerala's culture has come under immense attack from LDF and UDF. Kerala is a land of peace and harmony, but the insensitive communists and Congress have brought a culture of political violence. സുഹൃത്തുക്കളെ, കേരളത്തിന്റെ സംസ്കാരം ഇടതുപക്ഷത്തിൽ നിന്നും UDF-ൽ നിന്നും വലിയ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കേരളം ശാന്തിയുടെയും സൗഹാർദ്ദത്തിന്റെയും മണ്ണാണ്. പക്ഷേ കമ്മ്യൂണിസ്റ്റുകാര്, അതോടൊപ്പം കോൺഗ്രസുകാര്, അവര് ഈ മണ്ണിൽ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ, രാഷ്ട്രീയ അക്രമങ്ങളുടെ ഒരു സംസ്കാരമാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. Several patriotic RSS and BJP Karyakartas have been attacked and killed for serving the people. ദേശാഭിമാനികളായിട്ടുള്ള നിരവധി BJP RSS പ്രവർത്തകർ അവരാക്രമിക്കപ്പെട്ടിരിക്കുന്നു, കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഒരൊറ്റ കാരണം കൊണ്ട് അവരും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് കൊണ്ട് മാത്രം. From Kozhikode, I want to ask outdated communists and fake liberals, why are you silent on the political violence in Kerala? What are your compulsions? ഈ കോഴിക്കോടിന്റെ മണ്ണിൽ നിന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാലഹരണപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ആശയത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്നവരോടും അതോടൊപ്പം കപട ഉദാരവാദികൾ എന്ന് നടിക്കുന്നവരോട്, അവരോട് ഞാൻ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഈ മൗനം പാലിക്കുന്നു? കേരളത്തിലെ ഈ കൊലപാതകത്തിന്റെ രാഷ്ട്രീയ സംസ്കാരം, ആ രാഷ്ട്രീയ സംസ്കാരം എന്ത് നിർബന്ധമാണ്, എന്ത് തരത്തിലുള്ള സമ്മർദ്ദമാണ് നിങ്ങളുടെ മുകളിൽ ഈ മൗനത്തിന് കാരണമായിട്ടുള്ളത് എന്ന് ചോദിക്കുകയാണ്. I assure my fellow BJP Karyakartas, your struggles will not go in vain. Their bullying will not weaken us. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സഹപ്രവർത്തകർക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ പരിശ്രമങ്ങൾ വെറുതെയാവില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുകയാണ്. അവരെന്തൊക്കെ ശ്രമിച്ചാലും ശരി, ആ ശ്രമങ്ങളൊന്നും തന്നെ നമ്മളെ ദുർബലപ്പെടുത്താൻ അതിന് അവർക്ക് സാധ്യമാകില്ല എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. Look at what happened in Tripura. There too, fear of communists was high.
they were taking to worse violence. They tried to hide their poor governance, but the people gave them a strong answer. From barely any presence, we formed the government with record majority. People placed their faith in us. The same will happen in Kerala. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ത്രിപുരയിലേക്ക് ആകർഷിക്കാൻ ആഗ്രഹിക്കുകയാണ്. അവിടെയും കമ്മ്യൂണിസ്റ്റുകാര് ഭയപ്പെടുത്തിയാണ് ഭരണം നടത്തിയിരുന്നത്. അങ്ങേയറ്റത്തെ അക്രമങ്ങൾ അയച്ചുവിട്ടിരിക്കുകയായിരുന്നു അവര്. അവിടെ ഭരണത്തിന്റെ പരാജയത്തെ മറച്ചുവെക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങൾ ശക്തമായിട്ടുള്ള മറുപടി നൽകി. അവിടെ ഒരു സ്വാധീനവും ഇല്ലാതിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയിട്ട്, റെക്കോർഡ് തകർക്കുന്ന ഭൂരിപക്ഷത്തോടു കൂടി അവിടെ സർക്കാർ രൂപീകരിച്ചു. ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ വിശ്വാസമർപ്പിച്ചു. അത് തന്നെയാണ് കേരളത്തിലും വരും ദിവസങ്ങളിൽ സംഭവിക്കാൻ പോകുന്നത്. Friends, the Communists and Congress have blatant double standards when it comes to women empowerment. The so-called defenders of women's rights are the ones at the forefront of defending the brutal and barbaric practice of triple talaq. സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റുകാർക്കും കോൺഗ്രസുകാർക്കും സ്ത്രീ ശാക്തീകരണത്തിന്റെ വിഷയം വരുമ്പോ അവർക്ക് ഇരട്ടത്താപ്പാണ്, നാണമില്ലാത്ത ഇരട്ടത്താപ്പ്. അവര് വനിതകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെടുന്നവർ. പക്ഷെ അവരാണ് മുത്തലാഖിന്റെ വിഷയം വരുമ്പോ ഏറ്റവും മനുഷ്യത്വഹീനമായിട്ടുള്ള, ഏറ്റവും മൃഗീയമായിട്ടുള്ള, ക്രൂരമായിട്ടുള്ള മുത്തലാഖ് പോലെയുള്ള നടപടികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോ അതിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നതും ഇവർ തന്നെയാണ്. But then the so-called liberals activate their entire network of fake NGOs, fake civil society groups, urban Naxal, Tukde gang to interfere in the faith and tradition of our land. ഈ പറഞ്ഞ നിരവധി ഈ തരത്തിലുള്ള കപട ഉദാരവാദികൾ അവരുടെ രാജ്യവ്യാപകമായിട്ടുള്ള ശൃംഖല, സന്നദ്ധ സംഘടനകളുടെ ശൃംഖല അത് സജീവമാക്കുന്നു. വിവിധ ജനങ്ങളുടെ ശബ്ദം എന്നുള്ള പേരില് അവർ ഉയർന്നു വരുന്നു. നഗരങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാവോവാദികൾ ഉയർന്നു വരുന്നു. JNU പോലെയുള്ള സ്ഥലങ്ങളിലെ രാജ്യത്തെ തുണ്ടം തുണ്ടമാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നവർ അവരൊരുമിച്ച് വരുന്നു. ഇവരെല്ലാവരും ഈ രാജ്യത്തിന്റെ പരമ്പര, ഈ രാജ്യത്തിന്റെ ആചാരങ്ങളുടെ കാര്യം, ആ കാര്യത്തിൽ ഇടപെടുന്ന കാര്യം വരുമ്പോ അവരെല്ലാവരും ഒരുമിച്ച് വരുന്നു. They are trying to make Kerala a laboratory of their mischief. They are insulting sentiments of the people. ഇവരെല്ലാവരും ഒരുമിച്ച് വന്നുകൊണ്ട് കേരളത്തെ അവരുടെ ഈ പറഞ്ഞ ദുഷ്ടബുദ്ധിയുടെ പരീക്ഷണശാലയാക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ ജനങ്ങളുടെ വികാരങ്ങളെ അവഹേളിക്കുകയാണ് അവർ. They call themselves champions of speech and expression, but they deny the same to the people of Kerala. അവര് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ വക്താക്കളാണെന്ന് പ്രഖ്യാപിക്കുന്നു, പക്ഷേ അത് കേരളത്തിലെ ജനങ്ങൾക്ക് നിഷേധിക്കുന്നു. Their tricks are aimed at making people helpless in their own land. But if UDF and LDF think they can destroy our faith, they are mistaken. Their lathis, their lies, and their disgusting mischief will never be able to destroy our traditions. അവരുടെ തന്ത്രങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ തന്നെ നിസ്സഹായരാക്കാൻ, അത് സ്വന്തം നാട്ടിൽ നിസ്സഹായരാക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ്. UDF-ഉം LDF-ഉം വിചാരിക്കുന്നത് അതിലൂടെ
കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാമെന്നാണെങ്കിൽ അവർക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അവരുടെ ലാത്തി ചാർജുകൾ, അവരുടെ ലാത്തികൾ, അവരുടെ കാപട്യങ്ങൾ, അവരുടെ കള്ളങ്ങൾ, അവരുടെ ദുസ്സഹമായിട്ടുള്ള ഇത്തരത്തിലുള്ള കുതന്ത്രങ്ങൾ, ഇതൊന്നും തന്നെ ഈ നാട്ടിലെ ജനങ്ങളുടെ വിശ്വാസങ്ങളെ തകർക്കാൻ മതിയാകില്ല എന്ന് ഞാൻ അവരോട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. BJP there, the force of the LDF and parts of the UDF will not be able to destroy Kerala's traditions. ഇടതുപക്ഷത്തിന്റെ ശക്തിയും അത് ഇനിയല്ലെങ്കിൽ UDFന്റെ ശക്തിയും അത് ഭാരതീയ ജനതാ പാർട്ടി ഉള്ളിടത്തോളം കാലം ഈ ശക്തികൾക്കൊന്നും തന്നെ കേരളത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങൾ, വിശ്വാസ പ്രമാണങ്ങൾ, കേരളത്തിന്റെ സംസ്കാരത്തെ തകർക്കാൻ അതിന് അവർക്ക് സാധിക്കില്ല എന്ന് ഞാൻ ഈ മണ്ണിൽ ഊന്നി പറയാൻ ആഗ്രഹിക്കുകയാണ്. I want to say it clearly. BJP stands with Kerala. BJP stands with our faith. ഞാൻ വളരെ വ്യക്തമായിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഭാരതീയ ജനതാ പാർട്ടി കേരളത്തോടൊപ്പമാണ്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിലെ ജനങ്ങളുടെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തോടൊപ്പമാണ്. भाइयों और बहनों, अपने राजनीतिक स्वार्थ की वजह से कुछ लोग आस्था और 3 तलाक जैसे अत्याचार के बीच का फर्क नहीं समझना चाहते. സഹോദരി സഹോദരന്മാരെ, ചില ആളുകൾ അവരുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്തിന്റെയും അതോടൊപ്പം അതും വിശ്വാസവും മുത്തലാഖ് പോലെയുള്ള അതിക്രമങ്ങളും ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ അവർ കൂട്ടാക്കുന്നില്ല. भारत की हजारों वर्ष की सांस्कृतिक परंपरा है. इन परंपराओं पर लोगों का विश्वास है. सैकड़ों वर्ष की गुलामी के दौरान विदेशी ताकतों ने बार बार इन परंपराओं को तार तार करने का प्रयास किया, लेकिन सफल नहीं हो पाई. ഈ നാടിന്റെ ആയിരക്കണക്കിന് വർഷങ്ങളുടെ സാംസ്കാരിക പാരമ്പര്യം, ആ സാംസ്കാരിക പാരമ്പര്യം ഈ നാട്ടിലെ ജനങ്ങൾ കാത്തുസൂക്ഷിച്ച ആ പാരമ്പര്യമാണത്. ഈ പാരമ്പര്യത്തെ ആക്രമിച്ചില്ലാതാക്കാൻ ദീർഘകാലത്തെ അടിമത്തത്തിന്റെ കാലഘട്ടങ്ങളിൽ വിദേശ ശക്തികൾ, ആ ശക്തികൾ നിരവധി തവണ ശ്രമിച്ചു, അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു, പക്ഷേ അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. अब सुप्रीम कोर्ट के आदेश की आड़ में कुछ ताकतों ने फिर अपना स्वार्थ साधने की कोशिश की है. ചില ആളുകൾ, ചില ശക്തികൾ സുപ്രീം കോടതി വിധിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഈ സാംസ്കാരിക പാരമ്പര്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. हमारी परंपराओं पर यह हमला स्वीकार नहीं होगा. निर्दोष भक्तों पर लाठियां अब स्वीकार नहीं होगी. നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിൽ, നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിന് നേരെയുള്ള ഒരു തരത്തിലുള്ള ആക്രമണങ്ങളും നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഈ നാട്ടിലെ നിരപരാധികളായിട്ടുള്ള ഭക്തർ അവരുടെ മുകളിൽ പതിക്കുന്ന ഒരു ലാത്തിയെയും ഞങ്ങൾ അംഗീകരിക്കില്ല, അത് സ്വീകരിക്കാനും സാധ്യമല്ല. अपने ही देश में सैकड़ों वर्ष पुरानी आस्था का पालन करने के लिए, शांति से अपनी श्रद्धा प्रकट करने के लिए अगर लाठी खानी पड़ जाएगी तो ये गलत होगा. നമ്മുടെ ഈ സ്വന്തം നാട്ടിൽ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾ ആചരിക്കാൻ വേണ്ടിയിട്ട് സമാധാനപൂർണമായിട്ട് നമ്മുടെ ഭക്തി പ്രകടിപ്പിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് ലാത്തി ചാർജ് ഏൽക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത് അങ്ങേയറ്റം തെറ്റായിട്ടുള്ള ഒരു സാഹചര്യമാണ്. भाइयों और बहनों, भारतीय जनता पार्टी का पूरा प्रयास होगा कि सुप्रीम कोर्ट के सामने केरल की सैकड़ों वर्ष पुरानी आस्था, परंपरा और पूजा पद्धति का विषय
विस्तार से रखा जाए। हमारी सरकार ये भी कोशिश करेगी कि आस्था और विश्वास के विषयों को संवैधानिक संरक्षण मिले। സഹോദരി സഹോദരന്മാരെ, കേരളത്തിലെ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ, ഇവിടുത്തെ പദ്ധതികൾ, ആരാധനാ രീതികൾ, ഇതെല്ലാം തന്നെ സുപ്രീം കോടതിയുടെ മുൻപാകെ വിശദമായിട്ട് അവതരിപ്പിക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള പ്രയത്നവും എല്ലാവിധത്തിലുള്ള പരിശ്രമവും ഭാരതീയ ജനതാ പാർട്ടി നടത്തും. അതുമാത്രമല്ല, സർക്കാർ, കേന്ദ്ര സർക്കാർ ഭരണഘടനയുടെ സംരക്ഷണം, ജനങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ ജനങ്ങളുടെ ആചാര പദ്ധതികൾ, ആ പദ്ധതികൾക്ക് ഭരണഘടനയുടെ സംരക്ഷണം ലഭ്യമാക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമവും സർക്കാർ നടത്തും. In any case, those who track record is ice cream parlor case and solar scam should not talk about women empowerment. It does not suit them. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുന്നവര്, അവരുടെ ചരിത്രം നമുക്കറിയാം. സോളാർ സ്കാമിന്റെ ചരിത്രം ഉൾക്കൊള്ളുന്നവർ, ഐസ്ക്രീം പാർലർ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ളവര് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അവർക്ക് യോജിക്കില്ല എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. Friends, Communists and Congress only serve their vote banks. NDA government believes in Sabka Saath, Sabka Vikas. While making policies, we do not see the caste, creed or religion of the person. സുഹൃത്തുക്കളെ, കമ്മ്യൂണിസ്റ്റുകാരുടെയും കോൺഗ്രസിന്റെയും രാഷ്ട്രീയം വോട്ട് ബാങ്കിന്റെ രാഷ്ട്രീയമാണ്. ദേശീയ ജനാധിപത്യ സർക്കാർ വിശ്വസിക്കുന്നത് എല്ലാവർക്കും വികസനം, എല്ലാവരോടുമൊപ്പം എന്നുള്ള ആശയത്തിലാണ്. അതുകൊണ്ട് തന്നെ സർക്കാരിന്റെ നയരൂപീകരണത്തിന്റെ സമയത്ത് ഞങ്ങൾ ഒരാളുടെയും ജാതി നോക്കാറില്ല. ഞങ്ങളുടെ മുന്നിൽ വർഗവർണ്ണ വ്യത്യാസങ്ങളില്ല. അങ്ങനെയുള്ള നയരൂപീകരണമാണ് ഞങ്ങൾ നടത്തുന്നത്. When the pace of roads, railways and other infrastructure is double, it connects every Indian. When India's farmers get income support up to the tune of rupees 75,000 crore per year, farmers from all communities benefit. Development can never be seen through the narrow prism of the vote bank politics. റെയിൽവേയുടെയും അതുപോലെ പശ്ചാത്തല വികസനത്തിന്റെയും മേഖലകളിൽ അഭൂതപൂർവമായിട്ടുള്ള ആ വളർച്ച കൈവരിക്കുമ്പോൾ അത് ഈ രാജ്യത്തെ മുഴുവൻ ഇന്ത്യക്കാരനെയും അവരെ മുഴുവൻ തന്നെ പരസ്പരം ബന്ധപ്പെടുത്തുന്ന പ്രവർത്തനമാണ്. അതോടൊപ്പം ഈ നാട്ടിലെ കർഷകർക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഉജ്ജ്വല ഉൾപ്പെടെയുള്ള പദ്ധതികൾ അത് നടപ്പിലാക്കുമ്പോൾ അതെല്ലാം തന്നെ ഈ നാട്ടിലെ ജനങ്ങളെ ജാതി മത വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള നന്മ, അവർക്ക് വേണ്ടിയിട്ടുള്ള വികസനം എത്തിക്കലാണ്. Friends, the opposition's non-serious attitude towards national security is known. When Congress was in power in India, the country saw many terror attacks, but they did nothing. Now, when our forces successfully eliminate terrorists inside their own homes, Congress and left and their allies question our forces. സുഹൃത്തുക്കളെ, ദേശീയ സുരക്ഷയുമായിട്ടുള്ള വിഷയങ്ങളിൽ കോൺഗ്രസിന്റെ താല്പര്യമില്ലായ്മ, പ്രതിപക്ഷത്തിന്റെ താല്പര്യമില്ലായ്മ നമുക്കെല്ലാവർക്കും അറിയാം. കോൺഗ്രസ് ഭരണത്തിലുണ്ടായിരുന്നപ്പോ ഈ രാജ്യം നിരവധി ഭീകരവാദ ആക്രമണങ്ങൾക്ക് വിധേയമായി. പക്ഷേ അവരൊന്നും ചെയ്തില്ല. പക്ഷെ ഇപ്പോ നമ്മുടെ സൈന്യം ഈ ഭീകരവാദികളെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിനകത്ത് കയറി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോ കോൺഗ്രസും ഇടതുപക്ഷവും അവരുടെ സഖ്യകക്ഷികളും ഈ സേനയെ ചോദ്യം ചെയ്യുകയാണ്.
they were silent when they had to act. Today, when the bare minimum they can do is show support, they prefer to question and insult our forces. അവർ പ്രവർത്തിക്കേണ്ട സമയത്ത് അവർ നിശബ്ദരായിരുന്നു. ഇന്ന് ഏറ്റവും ചുരുങ്ങിയത് അവർക്ക് പിന്തുണയ്ക്കെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷേ അവർ ചെയ്യുന്നത് ഈ നാട്ടിലെ സേനയെ അപമാനിക്കുന്നു, സേനയെ ചോദ്യം ചെയ്യുന്നു. അതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. Do you know our opposition leader are now heroes in Pakistan, where their speeches are quoted, their statements used freely by the leadership there to discredit India. ഇന്ന് നിങ്ങൾക്കറിയാമോ, നമ്മുടെ പ്രതിപക്ഷ നേതാക്കന്മാര് പാകിസ്ഥാനിൽ വീരനായകന്മാരാണ്. കാരണം അവരുടെ പ്രസംഗങ്ങളാണ് അവിടുത്തെ പാകിസ്ഥാനികൾ ഉദ്ധരിക്കുന്നത്. അവരുടെ പ്രസ്താവനകളാണ് അവിടുത്തെ നേതാക്കന്മാർ ഉദ്ധരിക്കുന്നത്, ഇന്ത്യയെ അപമാനിക്കാൻ വേണ്ടിയിട്ട്. Here in Kerala, Congress and Communists have given a free pass to extremist organizations that are fomenting hate and radicalization among youngsters. It is important to teach such elements a strong lesson through the ballot. ഇവിടെ കേരളത്തിൽ കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ ഭീകരവാദികൾക്ക് ഒരു സൗജന്യ പാസ് കൊടുത്തിരിക്കുകയാണ്. ഭീകരവാദ സംഘടനകൾക്ക് സൗജന്യ പാസ് കൊടുക്കുകയാണ്. വിദ്വേഷവും തീവ്രവാദവും വളർത്തുന്ന സംഘടനകൾ, ചെറുപ്പക്കാരുടെ ഇടയിൽ വളർത്തുന്ന സംഘടനകൾ, അങ്ങനെയുള്ളവർക്ക് അവരോടെടുത്തിരിക്കുന്ന സമീപനം ഇതാണ്. ഈ ശക്തികളെ അവർക്ക് ശക്തമായിട്ടൊരു പാഠം പഠിപ്പിക്കേണ്ട സാഹചര്യം, ഈ സമ്മതിദാനാവകാശത്തിലൂടെ ശക്തമായിട്ടുള്ള പാഠം പഠിപ്പിക്കേണ്ട സാഹചര്യമാണ് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. Friends, we are working to boost tourism in Kerala and the rest of the nation. Tourist arrivals have increased by almost 45% ever since we took office. The e-visa facility for over 166 nations has been a game changer. സുഹൃത്തുക്കളെ, കേരളത്തിൽ വിനോദസഞ്ചാരം രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളോടൊപ്പം കേരളത്തിലും വിനോദസഞ്ചാരം വികസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർക്കാർ ഭരണമേറ്റെടുത്തതിന് ശേഷം ഈ രാജ്യം സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ 45% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. 166 രാജ്യങ്ങൾ ഇന്ന് ഇലക്ട്രോണിക് വിസ അനുവദിച്ചിരിക്കുന്നു എന്നുള്ളത് ഈ വിനോദസഞ്ചാര മേഖലയിൽ വലിയ മാറ്റമുണ്ടാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ്. When tourists increase, local guides earn, shops earn, food stalls earn, and tea sellers also earn. വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുമ്പോൾ അവർക്ക് വഴികാട്ടിയാകുന്ന ആളുകൾ, ഗൈഡുകൾ, അവരുടെ വരുമാനം വർദ്ധിക്കുന്നു. കടകളിൽ വരുമാനം വർദ്ധിക്കുന്നു, ഭക്ഷണശാലകളിൽ വരുമാനം വർദ്ധിക്കുന്നു, ചായക്കച്ചവടക്കാരുടെ അടക്കം വരുമാനം വർദ്ധിക്കുന്നു. And I would like to emphasize, terrorism divides, tourism unites. ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഭീകരവാദം ജനങ്ങളെ വിഭജിക്കുന്നു, വിനോദസഞ്ചാരം ജനങ്ങളെ ഒരുമിപ്പിക്കുന്നു. Friends, your happiness is my happiness. And whenever you have faced troubles, I will leave no stone unturned to solve them. സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങളുടെ സന്തോഷമാണ് എൻ്റെ സന്തോഷം. എപ്പോഴൊക്കെ നിങ്ങൾക്ക് വിഷമമുണ്ടായിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലൊക്കെ അത് പരിഹരിക്കാൻ എല്ലാ ശ്രമവും എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. Several people, including many from Kerala, got stuck in conflicts in the Gulf and Africa. These are honest, hard-working people.
who are earning money for their families, but they face problems due to forces of terror. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലും ആഫ്രിക്കയിലും അവര് വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അകപ്പെട്ടു. അവര് അധ്വാനിക്കുന്നവരാണ്, അവര് സത്യസന്ധരായിട്ടുള്ള ആളുകളാണ്, അവരുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അധ്വാനിക്കാൻ വേണ്ടി പോയവരാണ്. പക്ഷെ അവര് ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അവരവിടെ ചില പ്രശ്നങ്ങൾ നേരിട്ടു. In the last 4 years, nurses from Iraq were brought back safely. Thousands of Indians came back home from Yemen, South Sudan and Libya. Father Tom came back home safely after 18 months in captivity. കഴിഞ്ഞ 4 വർഷക്കാലത്തിനിടയിൽ ഇറാഖിൽ നിന്ന് ഉള്ള നേഴ്സുമാര്, അവര് വിഷമനുഭവിച്ച നേഴ്സുമാരെ സുരക്ഷിതമായിട്ട് തിരിച്ചു കൊണ്ടുവന്നു. ആയിരക്കണക്കിന് ഇന്ത്യക്കാര് സുഡാനിലെയും ലിബിയയിലെയും യമനിലും കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ തിരിച്ചു കൊണ്ടുവന്നു. മലയാളിയായിട്ടുള്ള ഫാദർ ടോം 18 വർഷക്കാലം ഭീകരവാദികളുടെ തടങ്കലിലായിരുന്ന ഫാദർ ടോമിനെ തിരിച്ചു കൊണ്ടുവന്നത് ഈ സർക്കാരാണ്. Just seeing the joy on the faces of the families of those who came back is a memory I will never forget. ഞാൻ ഒരിക്കലും മറക്കാത്ത ഒരു കാര്യമാണ്. ഈ കുടുംബാംഗങ്ങൾ, ഈ ആളുകൾ അവർ തിരിച്ചു വന്നപ്പോ അവരുടെ കുടുംബാംഗങ്ങളുടെ മുഖത്ത് കണ്ട സന്തോഷത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആ ദൃശ്യം എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. Friends, during my travel to the Gulf, I make it a point to spend time with Indians working there. I visited camps in Saudi Arabia, UAE and Qatar. I sat with my brothers. We shared a meal and lot of conversations. I assure them, your Prime Minister is working hard in India to ensure a bright future of their children. സുഹൃത്തുക്കളെ, ഗൾഫ് നാടുകളിലേക്കുള്ള പര്യടന വേളകളിൽ അവിടെ ജോലി ചെയ്യുന്ന ഇന്ത്യക്കാരോടൊപ്പം സമയം കണ്ടെത്താൻ ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള സമയം കണ്ടെത്തിയിരുന്നു. അവിടുത്തെ തൊഴിലാളി ക്യാമ്പുകൾ, സൗദി അറേബ്യയിലും UAE-യിലും ഖത്തറിലുമൊക്കെയുള്ള തൊഴിലാളി ക്യാമ്പുകൾ സന്ദർശിച്ചു. അവിടുത്തെ ചെറുപ്പക്കാരോടൊപ്പം ഞാൻ ഒരുമിച്ചിരുന്നു, അവരോടൊപ്പം ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു, അവരോടൊപ്പം സംഭാഷണം നടത്തി. അവരോട് ഞാൻ ഉറപ്പ് നൽകി, നിങ്ങളുടെ പ്രധാനമന്ത്രി നിങ്ങളുടെ മക്കളുടെ ജീവിതം അവർക്ക് ശോഭനമായിട്ടുള്ളൊരു ഭാവി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഏറ്റവും കഠിനാധ്വാനം നടത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് എന്ന്. Friends, Congress and left have taken Kerala for granted. The people of the state have a big heart. Their doors are open for everyone, which is why some people are coming to take advantage of their goodness. സുഹൃത്തുക്കളെ, കോൺഗ്രസും ഇടതുപക്ഷവും കരുതുന്നത് കേരളത്തിൽ എന്തുമാകാം, ഒരു കുഴപ്പമുണ്ടാകില്ല എന്നാണ്. ഈ സംസ്ഥാനത്തെ ജനങ്ങള് വിശാല ഹൃദയരാണ്. അവരുടെ വാതിലുകൾ എല്ലാവർക്കും വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആ നന്മയെ ദുരുപയോഗപ്പെടുത്തുകയാണ് ഇവർ രണ്ടു കൂട്ടരും. Beware of those people who come to Kerala not to serve you but to save themselves. കേരളത്തിലേക്ക് കടന്നു വരുന്ന ഇത്തരക്കാരെ നിങ്ങൾ സൂക്ഷിക്കണം. അവര് നിങ്ങളെ സേവിക്കാൻ വേണ്ടിയല്ല, അവര് സ്വയം രക്ഷപ്പെടാൻ വേണ്ടിയാണ് കേരളത്തിലേക്ക് വരുന്നത്. Those unveil themselves for tax fraud are coming to Kerala for their own political bailout. നികുതി വെട്ടിപ്പിന്റെ പേരിൽ നികുതി വെട്ടിപ്പിന് ജാമ്യത്തിൽ ഇറങ്ങിയിരിക്കുന്ന ചില ആളുകൾ കേരളത്തിലേക്ക് വന്നിരിക്കുന്നത് അവരെ രാഷ്ട്രീയ ജാമ്യം കിട്ടാൻ വേണ്ടിയാണ്. When such leaders or their party members come to ask for your vote, ask them to tell you about their poor performance in seats they currently represent.
they will have nothing to say. അങ്ങനെയുള്ള ആളുകൾ കേരളത്തിൽ വരുമ്പോ അവരുടെ പാർട്ടി പ്രവർത്തകര് നിങ്ങളോട് വോട്ടിന് ചോദിക്കുമ്പോ നിങ്ങൾ അവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ ഇപ്പൊ പ്രതിനിധീകരിക്കുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? അവർക്ക് ഒന്നും പറയാനുണ്ടാവില്ല എന്നുറപ്പാണ്. Friends, over the last 5 years, India has made sustained progress, but we want to work even more. Our Sankalpa Patra presents a comprehensive e-vision for adding more speed to India's development. സുഹൃത്തുക്കളെ, കഴിഞ്ഞ 5 വർഷക്കാലത്തിനിടയിൽ ഇന്ത്യ വലിയ പുരോഗതിയാണ് കൈവരിച്ചിട്ടുള്ളത്. പക്ഷേ നമുക്കിനിയും കഠിനാധ്വാനം നടത്തേണ്ടതുണ്ട്, നമുക്കിനിയും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തിറക്കിയിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള സങ്കല്പ പത്രം, പ്രകടന പത്രിക, അത് ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള സമഗ്രമായിട്ടുള്ള കാഴ്ചപ്പാട്, ഇന്ത്യയുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള തീവ്രത വർദ്ധിപ്പിക്കാനുള്ള കാഴ്ചപ്പാട്, ആ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് നമ്മൾ പുറത്തിറക്കിയിരിക്കുന്നത്. On the 23rd, I urge you all to vote for NDA. I specially urge first-time voters. All your life you saw LDF and UDF disappoint you. This time, give a chance to BJP. We shall provide the governance you deserve. Thank you for joining us in such a large number. Happy Vishu, happy Easter. Thank you again. 23-ാം തീയതി നിങ്ങളെല്ലാവരും പോളിംഗ് ബൂത്തുകളിലേക്ക് പോകുമ്പോൾ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വേണ്ടിയിട്ട് സമ്മതിദാനാവകാശം രേഖപ്പെടുത്തൂ. ഞാൻ ആദ്യമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നവരോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ ഇടതുപക്ഷവും UDF-ഉം നിങ്ങൾ നിരാശപ്പെടുത്തി, ജീവിതകാലം മുഴുവൻ നിരാശപ്പെടുത്തി. നിങ്ങൾ ഈ തവണ ഭാരതീയ ജനതാ പാർട്ടിക്കൊരു അവസരം നൽകൂ. നിങ്ങൾ അർഹിക്കുന്ന സദ്ഭരണം ഞങ്ങൾ നിങ്ങൾക്ക് നൽകും. ഈ സന്ദർഭത്തിൽ ഇത്രയും വലിയ സംഖ്യയിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് സന്തോഷകരമായിട്ടുള്ള ആഹ്ലാദകരമായിട്ടുള്ള വിഷു ആശംസകൾ നേർന്നുകൊണ്ട്, ഈസ്റ്റർ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഭാരത് മാതാ കി, ഭാരത് മാതാ കി, ഭാരത് മാതാ കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ കോഴിക്കോട് കടപ്പുറത്ത് വിവിധ വിഷയങ്ങളിൽ കോൺഗ്രസിനും CPM-നുമെതിരെ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങളോടെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിച്ച് നിർത്തിയത്. അദ്ദേഹത്തിൻ്റെ പ്രചാരണ പരിപാടിയിലെ പ്രസംഗം ഇപ്പോഴാണ് പൂർത്തിയായത്.